നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പോൾ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്താൽ ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെൻറ്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയില്ല. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. മാത്രമല്ല ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി. കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും, കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടിയുണ്ട്. ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നത് ഇതാണ്. ഈ പരിപാടിയിൽ ഈ പദ്ധതി കൂടിയാണ്. മൊത്തം അങ്ങ് സ്ത്രീകൾ ടേക്ക് ഓവർ ചെയ്തേക്കുക. അങ്ങനെ ആകട്ടെ, ഇനിയുള്ള കാലവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടു കൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര അനുവദിച്ചതിൽ പ്രതിഷേധിക്കുന്ന മെൻസ് അസോസിയേഷനും മറുപടിയുമായിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊരു തരത്തിൽ പുരുഷന്മാരെ അധിക്ഷേപിക്കുകയാണ് എന്നുള്ള അവകാശവാദങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ ആക്ഷേപത്തിനെതിരെ നിൽക്കുന്നവരും മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന രണ്ട് വിഭാഗവുമാണ് ഇതോടുകൂടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്തായാലും മെൻസ് അസോസിയേഷൻ പ്രതിഷേധം രസകരമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. അവരെ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന അവസ്ഥയുണ്ട്. താനൊരു പുരുഷ വിരോധിയായിട്ടൊന്നുമല്ല, സ്ത്രീകളുടെ കയ്യിലാണ് എങ്കിൽ മിച്ചം വരുന്ന പൈസ വീട്ടിൽ തന്നെ എത്തും. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ ഈ പൈസ കുറച്ചു പേര് വീട്ടിൽ കൊടുക്കും, ബാക്കി എവിടെ പോകുമെന്ന് ചോദിച്ചാൽ സർക്കാരിന് തന്നെ കിട്ടുമെന്നുള്ള തമാശ കലർത്തിയുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടേത്. അതായത് സർക്കാരിലേക്ക് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യമാണ്, മദ്യവിൽപ്പനയാണ്. അപ്പോൾ അത്തരത്തിൽ സ്വാഭാവികമായിട്ട് കേരളത്തിലെ പുരുഷന്മാർ ഒട്ടുമിക്ക പേരും ഈ പറയുന്നത് പോലെ മദ്യം വാങ്ങി പണം ചിലവാക്കും എന്ന തരത്തിൽ ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പ്രിയദർശിനി പദ്ധതി ഇത് സ്ത്രീകളോടുള്ള ആദരവാണെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. പദ്ധതി സർക്കാരിന് സ്ത്രീകളോടുള്ള ആദരവാണ് എന്നും സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണം എന്നുള്ളതുമാണ് തങ്ങൾ ഇതിലൂടെ ആഹ്വാനം ചെയ്യുന്നതെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ തങ്ങൾക്കുള്ളത് എന്നും ഈ ബസ്സിൽ യാത്ര തുടങ്ങുമ്പോൾ അതിന്റെ ആഘോഷമാണ് എന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ചു. ഇത് വെറും ഒരു ബസ് യാത്ര മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയും അവരെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുന്നതിലേക്ക്, സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പൊതുയുഗ കേരളത്തിലേക്കുള്ള UDF സർക്കാരിന്റെ നിർണായക ചുവടുവയ്പ് കൂടിയാണ് ഈ സൗജന്യ യാത്ര. പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കുന്ന മാറ്റം എല്ലാ വീടുകളിലും നിന്ന് തുടങ്ങുന്നതാണ്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന 10,000-കണക്കിന് സ്ത്രീകൾക്ക് ഇത്രയും നാൾ ടിക്കറ്റിന് വേണ്ടി മുടക്കിയിരുന്ന പണം അവരുടെ ചെറിയൊരു സമ്പാദ്യമായി മാറട്ടെ. അത് ആ സ്ത്രീകളുടെ ആത്മവിശ്വാസം, മനക്കരുത്ത് എന്നിവ വർദ്ധിപ്പിക്കട്ടെ. നൽകിയ വാക്കുകളൊക്കെ പാലിക്കുക തന്നെ ചെയ്യും. കാരണം അതൊക്കെ കേരളത്തിലെ ജനങ്ങളോടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുകയാണ് ലക്ഷ്യമെന്നും പുതുയുഗ കേരളത്തിലേക്കുള്ള യാത്രയിൽ ഈ സർക്കാരിന്റെ നയം അത് വ്യക്തമാണ് എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. 3125 ബസ്സുകളിലായിട്ടാണ് കേരളത്തിൽ സൗജന്യ യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ഓർഡിനറി ബസ്സുകളുടെ സബ് ക്ലാസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം KSRTC പുറത്തിറക്കിയിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള അനുവദിക്കുന്ന പദ്ധതി ബസ്സുകളുടെ പട്ടിക എന്ന തരത്തിലാണ് KSRTC ഈ ലിസ്റ്റ് പുറത്തുവിട്ടത്. ഓർഡിനറി വിഭാഗത്തിലെ 7 ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ്, ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, അതുപോലെ തന്നെ ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ക്ലാസുകളിലുള്ള ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാക്കുന്നത്. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമായിരിക്കും ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തിരിച്ചറിയൽ കാർഡോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. പ്രായം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളുമില്ല. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതിനാൽ വിദ്യാർത്ഥിനികൾക്ക് ഓർഡിനറി KSRTC ബസ്സുകളിൽ ഇനി കൺസെഷൻ ടിക്കറ്റ് ആവശ്യം പോലുമില്ല. സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ മുന്നിലും സൈഡുകളിലുമായിട്ട് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നത് എഴുതിയിട്ടുണ്ടാകുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇതേ തുടർന്ന് പ്രകടന പത്രികയിലും ഇക്കാര്യം ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ മെയ് 15 മുതൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ CMന്റെ നേതൃത്വത്തിൽ KSRTC ഉദ്ഘാടനം അല്ലെങ്കിൽ KSRTCയുടെ ഫ്രീ സർവീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. തമ്പാനൂരിൽ നിന്നാണ് ആദ്യ സർവീസ് തുടങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടെ
Hey!